ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടിയ ദാരിദ്ര്യമുള്ള ജില്ല വയനാട്. ലോകത്തെവിടെയുമുള്ള കുറ്റവാളികളെ വിരലടയാളം ഉപയോഗിച്ച് തിരിച്ചറിയുവാനുള്ള സോഫ്റ്റ്വെയർ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം സെർബറസ് കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നടത്തുന്ന ടൂറിസം പ്രചാരണ പരിപാടി കേരള ബ്ലോഗ് എക്സ്പ്രസ്. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം 2022 കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ സ്ഥാനം 19. വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസ് വന്ദേ സാധാരൺ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസ. ഒഡിയ ആസ്ഥാനമായുള്ള വാർത്താ സ്റ്റേഷനായ ഒഡീഷ TV ആണ് ലിസയെ അവതരിപ്പിച്ചത്. മണ്ടേല ദിനമായിട്ട് ആചരിച്ചത് ജൂലൈ 18. മലാല ദിനം ജൂലൈ 12. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ P. വീരമുത്തുവേൽ, മിഷൻ ഡയറക്ടർ S. മോഹൻകുമാർ. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 2023 ലോക ജനസംഖ്യാ ദിന സന്ദേശം ലിംഗസമത്വത്തിൻ്റെ ശക്തി വിളിച്ചോതുക. ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക.